ശ്രീ പി ഡി ടി ആചാരി, ഈ കേസ് അത് അടിയന്തരമായ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി അതിൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തുടർവാദത്തിനായി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, അറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നിയമപരമായ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. അതായത് ഈ മാതിരിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ അതിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും പൊളിറ്റിക്കൽ ഡയമെൻഷനും ഉണ്ട് അതിനകത്ത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിലും അത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതല്ലാതെ ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്താൽ എന്താണ് പിന്നെ ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു നിയമങ്ങളും നിലവിലില്ല. അതിനുള്ള റൂളുകളോ ചട്ടങ്ങളോ ഒന്നും നിലവിലില്ല. അപ്പോ ഒന്നാമത്തെ കാര്യം, കേജ്രിവാൾ അസംബ്ലിയിലെ മെമ്പറാണ്. അദ്ദേഹത്തിനെ കൺവിക്ട് ചെയ്തിട്ടില്ല. കൺവിക്ട് ചെയ്യാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പോൾ മെമ്പറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ചീഫ് മിനിസ്റ്ററായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ യാതൊരു നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ യാതൊരു തടസ്സങ്ങളും ഇല്ല. പിന്നെ ഉള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു ജയിലിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിനെ കുറിച്ച് അതൊരു പ്രാക്ടിക്കലായ ഒരു പ്രോബ്ലമാണ്. പറഞ്ഞോളൂ ശ്രീ പി ഡി ടി ആചാരി. എനിക്ക് അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. അവര് ഓൾറെഡി അവരുടെ പാർട്ടിയെ തീരുമാനിച്ചിരിക്കുന്നത് കേജ്രിവാൾ തന്നെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അതെ, പക്ഷേ നോക്കൂ, ഇതിലിപ്പോൾ മറ്റ് നിയമ നടപടികൾ, അതായത് അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ടെങ്കിലും അതിന് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇഡിയുടെ നടപടിയിൽ ഇനി അതിൽ ഏത് നിലയിലാണ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി ഇവർക്ക് മുന്നോട്ട് പോകാനാകുക? അതെ, ഇഡി PMLA ആക്ട് അനുസരിച്ചാണല്ലോ ഇഡി ആക്ട് ചെയ്യുന്നത്. പക്ഷെ അതില് ഇഡി അതായത് PMLA ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, ലീഗലായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ കറപുരണ്ട പൈസ കറപുരളാത്ത കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ PMLA ആക്ട് അവിടെയാണ് വരുന്നത്. PMLA ഒന്നും ഈ സമയത്ത് വരാന് എന്താണ് അവർക്ക് നിയമപരമായ സംഗതി എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് CBI അന്വേഷിക്കുന്ന ഒരു കേസാണ്. അന്വേഷണത്തിന്റെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. ഒരു ക്രൈം തെളിയാതെ ആ ക്രൈമിന്റെ ഭാഗമായിട്ടുണ്ടായ പൈസ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയാൻ പറ്റുന്നേ? അതിന് ചില നിയമപരമായ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് ഇതുവരെ അത് പൂർണ്ണമായി കോടതി അത് കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളൊരു കറപ്ഷൻ നടത്തിക്കഴിഞ്ഞ് പൈസ കിട്ടി. ആ പൈസ കിട്ടിക്കഴിയുമ്പോഴാണ് ഈ PMLA വരുന്നത്. ആ പൈസ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള സംശയം വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് എവിഡൻസ് കിട്ടുമ്പോൾ, അപ്പോഴാണ് PMLA ആപ്ലിക്കബിൾ ആവുന്നത്. അവിടെയാണ് ഇഡി വരുന്നത്. ഇഡി ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇഡി വന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് സംശയത്തിന്റെ പേരിൽ മാത്രമാണല്ലോ. അല്ലെങ്കിൽ CBIയുടെ കയ്യിലാണ് തെളിവുകൾ വേണ്ടിയത്. മനസ്സിലായില്ലേ? കാരണം ഇത് ബേസിക്കലി CBIയുടെ കേസാണ്. കാരണം കേജ്രിവാൾ പബ്ലിക് സർവന്റ് ആയതുകൊണ്ട് നാച്ചുറലി ഇതൊരു കറപ്ഷൻ കേസായിട്ടാണ്. അപ്പൊ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ കീഴിലുള്ള ഒരു കേസാണത്. അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞ് കോടതി അത് ശരിയാണ് എന്ന് പിടിക്കാതെ എങ്ങനെയാണ് ഇഡി അതിനകത്ത് കയറി പ്രവർത്തിക്കുമെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാരി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.